ഹാപ്പനിങ് അവസ്ഥ തുടരുന്നു. സംസ്ഥാനത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള മുഖ്യമന്ത്രിയുടെ ഗാന്ധി ജയന്തി സന്ദേശം വിതരണം ചെയ്യുന്നതിൽ ആശയക്കുഴപ്പം. നാളെ എല്ലാ സ്കൂളുകളിലും വിതരണം ചെയ്യണമെന്നാണ് സർക്കുലറിൽ ഉള്ളത്. എന്നാൽ നവരാത്രി അവധിയായതിനാൽ എങ്ങനെ വിതരണം ചെയ്യുമെന്ന് അറിയാതെ ആശയക്കുഴപ്പത്തിലാണ് അധ്യാപകർ. 21 ലക്ഷം കോപ്പികളാണ് അച്ചടിച്ചിട്ടുള്ളത്. ഹാൻസ് ജോൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഹാൻസ്, ഇവർ നവരാത്രി കഴിഞ്ഞെത്തുമ്പോൾ കൊടുക്കണോ, അല്ലെങ്കിൽ അതിന് മുമ്പ് പോകുമ്പോൾ കൊടുക്കേണ്ടതായിരുന്നില്ലേ? എന്താണ് ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ചെയ്യാൻ കഴിയുക? ഹർഷൻ, കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ ഈ ഗാന്ധി ജയന്തി ദിനാഘോഷ സന്ദേശം എല്ലാ സ്കൂളുകൾക്കും നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കുലർ വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചു. ഇന്നലെ വൈകിട്ടാണ് ഈ കത്ത് തയ്യാറായതും അതിനുശേഷം ഈ കത്ത് 21 ലക്ഷം കോപ്പികൾ പ്രിൻ്റ് അടിച്ചുകൊണ്ട് ഇന്നലെ വൈകിട്ടും ഇന്നുമായി അതാത് വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർക്ക് എത്തിച്ചേരും. ഇതിനുശേഷം വേണം ഇത് സ്കൂളുകളിലേക്ക് വിതരണം ചെയ്യാൻ. ഇതിൽ ഒരു കാലതാമസം നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 21 ലക്ഷം കോപ്പികളും ഈ നവരാത്രി അവധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ 21 ലക്ഷം കോപ്പികളും വിദ്യാർത്ഥികൾക്ക് നൽകുക എന്നുള്ളത് പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അധ്യാപകർക്കിടയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. ഈ സർക്കുലറിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ 21 ലക്ഷം കോപ്പികളും വിദ്യാർത്ഥികളിൽ കൃത്യമായി എത്തണം, എല്ലാവർക്കും വിതരണം ചെയ്തു എന്ന് ഉറപ്പാക്കണമെന്ന്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇതെങ്ങനെ പ്രാവർത്തികമാക്കും എന്നുള്ളൊരു ആശയക്കുഴപ്പമാണ് അധ്യാപകരുടെ മുന്നിൽ നിലനിൽക്കുന്നത്. എന്തായാലും പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു താൽക്കാലിക പരിഹാരം എന്തായാലും അധ്യാപകർ കണ്ടെത്തിയിട്ടുണ്ട്. നാളെ സ്കൂളുകളിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രം ഈ പ്രിന്റ് ചെയ്ത ഈ കോപ്പികൾ ലഭ്യമാക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. 8 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് മുഖ്യമന്ത്രിയുടെ ഈ സന്ദേശം നൽകേണ്ടത്. എന്തായാലും ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രക്രിയയിലുണ്ടായ ഒരു കാലതാമസമാണ് ഇത്തരത്തിലൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള കാരണം. ഹർഷൻ, റൈറ്റ്. ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.